അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഇന്ന് വിശ്വപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയാണ്. അങ്ങനെ ഞാനും ഇന്ന് പൊങ്കാല അർപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷമാണ് നമ്മൾ ആദ്യമായിട്ട് ഞാൻ പൊങ്കാല ഇടുന്നത്. ഇത്തവണയും പതിവ് തെറ്റിക്കാതെ അരോമയുടെ ഫ്രണ്ടിൽ തന്നെയാണ് ഞങ്ങൾ പൊങ്കാല ഇടുന്നത്. അമ്മ വന്നിട്ടുണ്ട്, ചേച്ചിമാർ ഫ്ലാറ്റിൽ നിന്ന് എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ അതും ഒരു സന്തോഷം. ശരിക്കും ഇത്രയും വർഷങ്ങളായിട്ട് എന്തുകൊണ്ട് ഇട്ടില്ല എന്ന് ചോദിച്ചാൽ പല കാരണങ്ങൾ കൊണ്ടും ഇടാൻ സാധിച്ചിട്ടില്ല. പക്ഷേ കഴിഞ്ഞ വർഷം ഞങ്ങളെല്ലാവരും ഒന്നിച്ചിട്ട് കഴിഞ്ഞപ്പോൾ അന്ന് ഭഗവതിയോട് പ്രാർത്ഥിച്ച ഒരു കാര്യമുണ്ട്. ഭഗവതി ആരോഗ്യത്തോടെ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വർഷവും ഇടാൻ സാധിക്കണമെന്ന്. ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് വീണ്ടും ഈ വർഷം എത്തിയിരിക്കുകയാണ്. ഇനി മറ്റ് പൊങ്കാല വിശേഷങ്ങളിലേക്ക് കടക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ ടീമിനെ ഇന്ന് പരിചയപ്പെട്ടില്ല അല്ലേ? ഒരാകെ ക്ഷീണിച്ച് ഔഷധമായിട്ടിരിക്കുക കേട്ടോ. ടടാ ടടാൻ. ഹലോ 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 ചെക്ക് മൈക്ക് ചെക്കിങ്. എങ്ങനെയുണ്ടായിരുന്നു ഈ വർഷം? ഈ വർഷം നല്ലതായിരുന്നു. നന്നായിട്ടൊക്കെ ചെയ്യാൻ പറ്റി. പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു. 1 മണിക്കൂറെ കൊണ്ട് പ്രസാദം തളിക്കും. പിന്നെ അടുത്ത വർഷം വരെ കാത്തിരിക്കും. അമ്മയ്ക്കൊരു സങ്കടമായിരുന്നേ. ഇന്നലെ നമ്മുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചു. ഇന്നലെ ചെങ്കൽ ഉമാമഹേശ്വര ക്ഷേത്രം അവിടെ പോയി. പിന്നെ ആഴിമല പോയി. അതിനു മുമ്പ് പത്മനാഭനെ കണ്ടു. ആറ്റുകാൽ പോയി. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് പറയാം, ഷോ നാളെ തിരിച്ചു പോകണമല്ലോ, പഴയ ഓൾഡ് അടുക്കളാന്ന്. അടുക്കള കയറുന്നതിന് വിഷമമാണ്. ഈ വർഷത്തിലൊരു 5-6 പൊങ്കാല ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാമല്ലോ. കുഴപ്പമില്ല, നമ്മൾ ദേവസ്വത്തിനടുത്ത് പറഞ്ഞ് നമുക്ക് വർഷത്തിൽ 5-6 പ്രാവശ്യം ആക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. ഇത് പിന്നെ പൊങ്കാല എങ്ങനെയാണെന്ന് അറിയണം. കാരണം ടി വിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പം എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നതിൻ്റെ പ്രോസസ്സ് കാണാൻ വേണ്ടി ഇന്ന് വന്നതാണ്. പിന്നെ അന്ന് കിളിമാനൂർ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ പോയി വിളിച്ചുകൊണ്ട് വന്നതാണ്. ഇറങ്ങി 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തിരിച്ചു കയറി. എങ്ങനെ ഉണ്ടായിരുന്നു പൊങ്കാല? നല്ലൊരു അനുഭവമായിരുന്നു. കണ്ണീന്ന് വെള്ളമൊക്കെ വന്ന് എനിക്ക് ഇരിക്കാൻ പോലും പറ്റുന്നില്ല. കണ്ടോ, എനിക്ക് പറ്റുന്നില്ല. പൊങ്കാല കണ്ടിട്ട് അങ്ങോട്ട് എനിക്ക് പയ്യേ ആകാരം കൊണ്ടാണ്. എന്തായാലും ഈ പൊങ്കാലയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇത്രയും പ്രതീക്ഷിച്ചിരുന്നു? എങ്ങനെയാന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഈ കലവിലെ പ്രതീക്ഷിച്ചില്ല. ഇല്ല, സമാധാനമാണ്. 2 ദിവസമായിട്ട് ഞാൻ പറഞ്ഞു, 2 ദിവസമായിട്ട് ഈ ലോകത്ത് പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ചിന്തയായിപ്പോയി. എവിടെ ചെന്നാലും, തിരുവനന്തപുരത്ത് ഏത് മൂല ചെന്നാലും പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ അവസാനം എന്താ ഒരു ആണുങ്ങളെ കാണുന്നില്ല. അവസാനം ഞാൻ വിചാരിച്ചു, അയ്യോ ഞാൻ വന്നതിന്റെ മോശമായി പോയോ, ഞാൻ അങ്ങനെ വരാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ടോ, നിയമം വല്ലതും ഉണ്ടോ? അങ്ങനെയില്ല. അപ്പൊ ഇവിടെ അതാണ്. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ എല്ലാ ആണുങ്ങളും കൂടെ വരണം. അടുത്ത ഇതുപോലെ എല്ലാ ആണുങ്ങളും ഹെൽപ്പ് ചെയ്യണം. പെണ്ണുങ്ങളെ നമ്മൾ തകർക്കണം. പെണ്ണുങ്ങളെ തകർക്കണം. പെണ്ണുങ്ങളെ തകർക്കണോ? തനിക്ക് താൻ തകർക്കും മിക്കവാറും ഈ വ്ളോഗ്. അല്ല, എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ. സവിത ചേച്ചി ഞങ്ങളുടെ 2ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ. ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങൾ മാച്ചിങ്ങിലൊക്കെ അറിയാതെ മാച്ചിങ് ആയി പോയതാ. നല്ലതായിരുന്നു. എന്നാലും പറ. അങ്ങനെ നല്ല സന്തോഷമായിരുന്നു. ഇപ്രാവശ്യം കുറച്ചുകൂടി കഴിഞ്ഞ വർഷത്തേക്കാളും ചൂട് കൂടുതലായിരുന്നു. അമ്മ പറയൂ, എന്താ സ്വപ്ന ചേച്ചി അമ്മയുണ്ട് പതിവ് തെറ്റിക്കാതെ പറ. അത് ഞാൻ ഇത് പെരിയസ്വാമിയാണ് എവിടെയൊക്കെ പോയെന്നില്ല. ഇത്തവണ വന്നിരിക്കുന്നത് എവിടെയൊക്കെയാ പോയിരിക്കുന്നത്? ഇതിനു മുമ്പ് കൈലാസ പര്യടനം കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു നോർത്തിലുള്ള കംപ്ലീറ്റ് ക്ഷേത്ര ദർശനം, ശാരദാം എല്ലാ ദർശനവും കഴിഞ്ഞ് ഞങ്ങൾക്ക് എന്ത് പറഞ്ഞ എല്ലാ അനുഗ്രഹവുമായിട്ട് വന്നിരിക്കുകയാണ്. അമ്മ പറ, എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു പൊങ്കാല. ഇത് 2ാമത്തെ പ്രാവശ്യമാണ് ദേവിയുടെ കൂടെ വരുന്നത്. ദേവിയുടെ കൂടെ വന്നാൽ ഞാൻ എപ്പോഴും ഒരു ഫോട്ടോ എടുക്കണം. എൻ്റെ കൂട്ടുകാരെ കാണിക്കണമല്ലോ, എനിക്കൊന്ന് തോന്നാൻ വേണ്ടിയിട്ട്.
അപ്പോൾ അങ്ങനെ വന്നു. ഞാനും മകളും കൂടിയാണ് വന്നത്. ഞങ്ങൾ ഇന്നലെ ഇന്ന് വെളുപ്പിന് 4 മണി ആയപ്പോഴാണ് എത്തിയത്. അടുത്ത പ്രാവശ്യം ഇതിലും ഒന്നോടെ ഗംഭീരമായിട്ട് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ദേവി സഹായിക്കുമെന്നാണ് വിചാരിക്കുന്നത്. രണ്ട് ദേവിമാരും ഞങ്ങളെന്താ കണി കണ്ടതേ ഈ ദേവിയാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഇതുണ്ട്. ഈ ഒരു ഇതിൽ അങ്ങേ പോട്ടെ എന്ന് വിചാരിക്കുന്നത്. ഓക്കെ. സ്വപ്ന ചേച്ചി ഫോണില്ലാതെ കാണാൻ പറ്റിയൊരു ദിവസമാണെന്ന്. അല്ല അതങ്ങനെയല്ലോ, മറ്റേ ചെവിയിലായിരിക്കും 24 മണിക്കൂർ. പറ, എങ്ങനെയുണ്ട്? വളരെ നല്ല അനുഭവമായിരുന്നു. ഭയങ്കര അനുഗ്രഹത്തോടെ ഭയങ്കര നല്ലൊരു ദിവസം. ഏറ്റവും നല്ലൊരു ദിവസമായിട്ട് കരുതുന്നു. ദേവി അനുഗ്രഹിച്ചുകൊണ്ട് അമ്മ പറഞ്ഞ പോലെ ഇന്ന് ഞങ്ങളുടെ ദേവീനെയാണ് കണി കണ്ടത്. വളരെ നല്ലൊരു ദിവസമാണിന്ന്. അതുപോലെ ഞങ്ങൾ രണ്ടുപേരും ഇന്ന് വെളുപ്പിനെ എത്തിയത്. പൈലറ്റുകാരെ വിട്ടേക്കുമായിരുന്നു, ഇവിടെയൊക്കെ സെറ്റാക്കാൻ വേണ്ടി വിട്ടേക്കുമായിരുന്നു. എല്ലാം വെൽ സെറ്റ് ആയിരുന്നു കേട്ടോ. വെരി ഗുഡ്. പക്ഷെ അടുത്ത കൊല്ലം എങ്ങനെയും 2 ദിവസം മുമ്പേ തന്നെ ചാടണം എന്ന് വിചാരിക്കണം. അത് ഞാൻ കാരണമാണ് ഇത്തവണ ഇങ്ങനെ ഒരു പ്ലാൻ ഇല്ലാണ്ടായി പോയത്. മന്ത്രിയും പി എം പിന്നെ ഞങ്ങൾ ലാസ്റ്റേ വന്നുള്ളൂ. ഓക്കെ. പക്ഷെ ഇത്തവണ ഞങ്ങൾക്ക് നല്ലൊരു അനുഭവമായിരുന്നു അത്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട്. സൂര്യ ചേച്ചി ഞങ്ങളോട് സത്യം പറഞ്ഞാൽ നമ്മുടെ എപ്പിസോഡ് കണ്ടിട്ടേ, ക്രിസ്മസ് എപ്പിസോഡ് നമ്മുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് പേര് കമന്റ് ചെയ്തു, വലിയൊരു ഗെയിം മാസ്റ്റർ. ഞങ്ങളുടെ ഗെയിം മാസ്റ്റർ സൂര്യ. ഞങ്ങളുടെ എല്ലാ പ്ലാനിങ് എല്ലാം നടക്കുന്നത് സൂര്യ ചേച്ചിയിൽ നിന്നാണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി ഇത്തവണ? നമ്മളിത് പൊങ്കാല വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇതിനു വേണ്ടി ഒരുങ്ങുകയാണ്. അതാണ് സത്യം. എത്ര തിരക്കാണെങ്കിലും ഇവരൊക്കെ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും ഇപ്പൊ ചാർദാമൊക്കെ പോയെന്ന് പറഞ്ഞാൽ ഇവിടെ വീട്ടിലേ ഇരിക്കുന്നില്ല. അങ്ങനെ പിന്നെ ഇവിടെ ഒഫീഷ്യൽ തിരക്കുകൾ, ഷൂട്ടിംഗ് തിരക്കുകൾ, എല്ലാവരും ഭയങ്കര തിരക്കുകളൊക്കെ ആണെങ്കിലും നമുക്കിങ്ങനെ ഇതിനു വേണ്ടി വരാൻ നമ്മൾ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും വരാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച്. പക്ഷെ ഇത്രയും ദേവിക്ക് ഇത് ഇത്രയും സമർപ്പിക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. ഭയങ്കര വെയിലായിരുന്നു. വെയിലെന്ന് പറഞ്ഞാൽ ഇത്രയും നാളുള്ള പോലത്തെ ഒരു വെയിലല്ല. നല്ല വെയിലോടുകൂടി എല്ലാവരെയും നമുക്ക് നമ്മുടെ ചുറ്റും നിൽക്കുന്ന എല്ലാവർക്കും ഭയങ്കര കാണുമ്പോൾ അറിയാം നമ്മളെല്ലാവരും കഷ്ടപ്പെട്ട്. പക്ഷെ എന്നാലും ദേവിക്ക് ഇത് സമർപ്പിക്കാൻ വേണ്ടി നമ്മുടെ ദേവിയും എല്ലാവരുടെയും സഹായം കൊണ്ട്, അതുമല്ല പിന്നെ ഇവിടുത്തെ ഈ ദേവി ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഒരു സൗകര്യമായിട്ട്, അല്ലേ? അതല്ലെങ്കിൽ നമുക്ക് ഇത്രയും സൗകര്യത്തോടെ നിൽക്കാൻ പറ്റില്ല. ഇത്രയും വെയിലെന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ ഇത്രയും കവർ ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ എന്തായാലും സന്തോഷമുണ്ട് എല്ലാവർക്കും. നമുക്ക് ഇതുപോലെ തന്നെ അടുത്ത വർഷവും എല്ലാവരും ഇതുപോലെ ഇടാൻ പറ്റണം എന്നാണ് ദേവിയോട് പ്രാർത്ഥിച്ചത്. അപ്പം ഇതിൽ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ ഞാനിവിടെ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട്, ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം മിഞ്ഞാന്ന് തൊട്ട് എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ പേര് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചേച്ചിയുടെ വ്ളോഗ് കണ്ടിരുന്നു, അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ അരോമയിൽ വന്നത്. അപ്പം അത് കണ്ടപ്പോൾ ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമായി, ഇവിടെ വന്ന് ഇടണം എന്ന് തോന്നി. അങ്ങനെ പൂനെയിൽ നിന്ന്, ഹൈദരാബാദിൽ നിന്നൊക്കെ ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം അത് കണ്ടപ്പം സത്യം പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, നമ്മളെ എന്തൊരു ചെറിയ കാര്യവും ചെയ്യുമ്പം അതിനൊരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നു എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. സത്യം അവരെയൊക്കെ ഈ ഒരു അവസരത്തിൽ ഓർക്കുകയാണ്. കാരണം നമ്മളുടെ കുടുംബത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കാം. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പം അതിൽ നിന്ന് നിങ്ങൾ ഇൻസ്പയർഡ് ആയിട്ട് നിങ്ങൾ തിരിച്ച് പൊങ്കാലയിടാൻ വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ഹൈദരാബാദിൽ നിന്നൊക്കെ വന്ന ഒരു ഫുൾ ഫാമിലി ഞങ്ങളെ വന്ന് പരിചയപ്പെട്ടിട്ട് പറഞ്ഞു, അയ്യോ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വ്ളോഗ് കണ്ടപ്പോഴേ വിചാരിച്ചു ഞങ്ങൾ ഇത്തവണ വരണമെന്ന്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു വലിയ അനുഗ്രഹമായിട്ട് തോന്നി. അവരോടൊക്കെ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. കൂടുതൽ അമ്മയുടെ ഈ ചൈതന്യം അറിഞ്ഞ് കൂടുതൽ ആളുകൾ എല്ലാ വർഷവും വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം ആരോഗ്യവും ഈ സ്നേഹവും കൂട്ടായ്മയും തന്നെയാണ് നമ്മളുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറഞ്ഞ് അതെപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഇത്തവണയും ഞങ്ങളുടെ പെരിയസ്വാമി ഉണ്ട്. വളരെ അവിചാരിതമായിട്ടാണ് ഞങ്ങൾ സാധാരണ എല്ലാ പ്രാവശ്യവും ചേച്ചി വരുന്നതും ചേച്ചിയുടെ ടീമും ഒരേപോലത്തെ സെറ്റും ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വ്ളോഗ് നമ്മൾ ചെയ്തതാണ്. അപ്പം എല്ലാവരും പറയും ഞാൻ ഭയങ്കര ഭംഗിയുണ്ട്, നല്ല രസം, തിരുവാതിരക്കൊക്കെ നമ്മൾ റെഡി ആവില്ല, അതുപോലെ ഇവരെല്ലാം ഒരേമാതിരി പൊട്ട്, കമ്മല്, നെയിൽ പോളിഷ്, വള, എൻ്റെ അമ്മയെ കൊത്തിയാവും ശരിക്കും ഇവരെല്ലാവരും വരുമ്പോൾ. ഇന്ന് എത്ര പേരുണ്ട്? ഞങ്ങൾ 18 പേരാണ് മൊത്തം സംഘം ചേർന്ന് എത്തിയിരിക്കുന്നത്. അപ്പം ഞാൻ അവിചാരിതമായിട്ട് വന്ന് നോക്കിയപ്പോഴത്തേക്ക് ദേടാ, ഞാൻ പറഞ്ഞ എന്നെ കൂടെ ചേർക്കും ഒരു 19ാമത്തെ ആളായിട്ട് അറിയാതെ മാച്ച് ആയതാ കേട്ടോ. അപ്പൊ അതും ഒരു സന്തോഷം. പിന്നെ എങ്ങനെയുണ്ട് ഇത്തവണത്തെ പൊങ്കാല? ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് നമ്മുടെ കൂടെ വീണ്ടും 2 പേരെ കൂടി കൂട്ടിയിട്ടുണ്ട്. ആൾക്കാരെ കൂട്ടുന്നുണ്ട്. കാരണം ആർക്കെങ്കിലും ചേച്ചി ഇനിയിപ്പോ ബ്രാൻഡ് അംബാസിഡർ ആണ്. പാലക്കാട് നിന്നൊരു ഒമിനി അല്ല എന്തുകൊണ്ട് ഒരു ട്രാവലർ ആണ് വന്നിരിക്കുന്നത് കേട്ടോ ശരിക്കും. അപ്പം
ഇവിടെ വന്ന് വാ എല്ലാരും വായോ എല്ലാരും ഒരേപോലെ റെഡിയായി. ഇവര് വന്ന് എനിക്ക് തോന്നുന്നു 2 ദിവസം മുന്നേ എത്തി. ഞങ്ങൾ 10-ാം തീയതി എത്തി. 10-ാം തീയതി എല്ലാ അമ്പലങ്ങളും ട്രാൻഡത്തിലെ എല്ലാ അമ്പലങ്ങളും തൊഴുതു. എങ്ങനെയുണ്ട് ഇത്തവണ? നല്ല ചൂടുണ്ടല്ലേ? ചൂടുണ്ട്. ഞങ്ങള് 10-ാം തീയതി തന്നെ 11-ാം തീയതി തന്നെ ആറ്റുകാലിൽ പോയിട്ട് നല്ല തിരക്കായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടി തിരക്കുണ്ട് ഇത്തവണ നന്നായി തൊഴാൻ പറ്റി. ഞങ്ങള് പത്മനാഭന്റെ അടുത്തും എല്ലാം പോയി അല്ലേ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അമ്പലങ്ങൾ ചേച്ചി ഇറങ്ങും അല്ലെങ്കിൽ ഞങ്ങൾ കയറും, അങ്ങനെയായിരുന്നു. ഞങ്ങൾ എല്ലാവരും അമ്പലത്തിൽ പോയി എല്ലാവരെയും കണ്ടു. ഇതാ നോക്കൂ, ഞാനും ഇതിനകത്ത് പെട്ടേ. ഈ ഒരു ദിവസം ഇനി അടുത്ത വർഷം എങ്ങനെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് അടുത്ത വർഷം എങ്ങനെയാണെങ്കിലും ഞങ്ങൾ ഒരു 6 പേരെയും കൂടെ ഒന്നിച്ച് കൂട്ടണം. കാരണം ഇത്തവണ അറിയാതെയാണെങ്കിലും അടുത്ത പ്രാവശ്യം അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ വരുന്നതായിരിക്കും തീർച്ചയായിട്ടും. അപ്പൊ പിന്നെ ചേച്ചി എത്ര വർഷമായി പൊങ്കാലയിടാൻ തുടങ്ങിയിട്ട്? ഇത് 5-ാമത്തെ വർഷം. 5 എല്ലാരും ഒന്നിച്ച് തന്നെ എല്ലാ വർഷവും ഓടുന്നത്? ഞങ്ങൾ ഈ ടീം ഓരോ ആഡ് ഓൺ ആയി 3 വർഷമായിട്ട് ഞങ്ങൾ സ്ഥിരം ടീം എന്തായാലും ഉണ്ട് അല്ലേ? ഇനി കൂടിക്കൊണ്ടിരിക്കുള്ളൂ, കുറയത്തില്ല. ഞങ്ങൾ പാലക്കാട് നിന്ന് ആരെങ്കിലും ഞങ്ങളോട് ആഗ്രഹം പറഞ്ഞാൽ ഞങ്ങൾ കൂടെ ചേർക്കും. അതാണ്. അതായത് ശുചിത്തെ ഇതൊന്ന് തിരിഞ്ഞത് ഇങ്ങനൊന്ന് എടുത്തേ. അയ്യ, ഒരു മനസ്സും കുറെ ശരീരം. അതൊരു ചേച്ചിയുടെ സ്റ്റുഡൻസ് ആണ് എല്ലാരും അല്ലേ? സ്റ്റുഡൻസ് ഉണ്ട്, പാരന്റ്സ് ഉണ്ട്, സ്റ്റുഡന്റ് എല്ലാരും ഉണ്ട്. അപ്പൊ അതൊരു വലിയ സന്തോഷമാണ്. എല്ലാരും കൂടെ ഒന്നിച്ച് ശരിക്കും ഒരു ടൂർ പോലെ ആയി അല്ലേ? ശരിക്കും ഞങ്ങൾക്ക് ഞങ്ങൾ തമ്മിലൊരു ബോണ്ടിങ് ഉണ്ട്. അതാണ് മെയിൻ ആയിട്ട്. അത് ചിന്തിക്കുന്നതും പറയുന്നതും ഒരാൾ മനസ്സിടിച്ച് അടുത്ത ആൾ ചെയ്തോളും. അത്രേ സോ സ്വീറ്റ്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഞങ്ങളും 2 വർഷമായിട്ട് ഞങ്ങളുടെ ഒപ്പം ചേർത്തിട്ടാ കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടായിരുന്നു കഴിഞ്ഞ വർഷം ഇട്ടത്. ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി യാതൊരു ധാരണയില്ല. അമ്മ ഇട്ടിട്ടുണ്ട്, പക്ഷെ അപ്പൊ എല്ലാം പറഞ്ഞു തരാനും ചേച്ചി അത് ചെയ്യൂ, അത് കഴിഞ്ഞ് ഇതിടൂ, അത് തിളച്ചു നോക്കും, എല്ലാം ഗൈഡൻസ് എല്ലാം ചേച്ചി തന്നെയായിരുന്നു. ഇത്തവണയും ഒരു പതിവും തെറ്റിച്ചില്ല. ചേച്ചി ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊരു വലിയ ഇരട്ടി മധുരം തന്നെയാണ്. ഞങ്ങൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. അമ്മയുടെ നിറഞ്ഞ ഒരു സന്തോഷത്തിലാണ് ഞങ്ങളും പൊങ്കാല അർപ്പിച്ചിരിക്കുന്നത്. ഇനി തളിക്കണം, പിന്നെ ഞങ്ങൾ കഴിക്കണം. പൊങ്കാല കഴിക്കാൻ ഞങ്ങൾ എല്ലാവരും പായസം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. അമ്മയ്ക്ക് നേദിച്ചു കഴിഞ്ഞു, ഇനിയിപ്പോൾ തളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാം. അങ്ങനെ ഈ വർഷത്തെ പൊങ്കാല തളിച്ചു കഴിഞ്ഞു. ഇനിയും അടുത്തൊരു വർഷത്തിനേക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. എല്ലാവർക്കും ആറ്റുകാൽ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് പല കാരണങ്ങൾ കൊണ്ട് ഇവിടെ വന്ന് ഇടാൻ സാധിക്കാതെ, ആരോഗ്യ പ്രശ്നം അല്ലെങ്കിൽ മറ്റേതെങ്കിലും അസൗകര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വരും വർഷങ്ങളിൽ എല്ലാവരും കഴിയുന്നത്ര സാന്നിധ്യം ഉണ്ടാകാൻ ഞങ്ങളും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഞങ്ങളുടെ ഫ്ലാറ്റിൽ നിന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അടുത്ത വർഷം ഗംഭീരമായിട്ട് നമുക്ക് എല്ലാവർക്കും കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മളും പൂർവാധികം ശക്തിയായിട്ട് വരണം എന്ന് ആഗ്രഹിക്കുകയാണ്. അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത വർഷം പൊങ്കാലയിടും. പൊങ്കാലയ്ക്ക് വരുമോ? തീർച്ചയായിട്ടും വരും. ഞാനിപ്പോ ആലോചിക്കുന്നത് ഇവിടുന്ന് പോകുന്ന എങ്ങനെയാന്ന് ആലോചിക്കുന്നത്. വണ്ടികൾ ബ്ലോക്കായി തുടങ്ങിയിട്ടുണ്ട്. അതെ, അപ്പൊ അതുകൊണ്ട് എല്ലാവരും സേഫ് ആയിട്ട് വീട്ടിലെത്തുക. എല്ലാവരും ആരോഗ്യത്തോടുകൂടി സന്തോഷമായിട്ടിരിക്കട്ടെ. എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം വേണ്ടുമോളം ഉണ്ടാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. വീണ്ടും കാണാം. അതുവരെ അമ്മയെ ശരണം.